ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിരിക്കുന്നത് അർജുൻ അശോകനെയും മാത്യു തോമസിനെയും കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ ചിത്രമാണ് ബ്രോമിൻസ്. അരുൺ ഡി ജോസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആഷിഖ് ഉസ്മാനാണ് നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ചിത്രം 2 മണിക്കൂറും 18 മിനിറ്റുമാണ് ദൈർഘ്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ബോറിംഗ് ഇല്ലാതെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഇപ്പോൾ അടുത്തിറങ്ങിയ ഏറ്റവും നല്ല ചിത്രമാണ് ബ്രോമിൻസ് എന്ന് പറയുന്നത്. 2 മണിക്കൂറും 18 മിനിറ്റും ഒരിക്കലും നമുക്ക് ബോറിംഗ് ഇല്ലാതെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയി തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ചിത്രം തന്നെയാണ് ബ്രോമിൻസ് എന്ന് പറയുന്നത്. അധികം ചിരിക്കാനുള്ള വക ഇതിലുണ്ട്. ഒരിക്കലും നമുക്ക് കണ്ടിറങ്ങിയതിന് ശേഷം മോശം എന്നൊരു അഭിപ്രായം ഒരിക്കലും നമുക്ക് തോന്നില്ല. അത്രയും ഗംഭീരമായി തന്നെ ഇതിൽ ഓരോ വ്യക്തികളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ശ്യാമായാലും അതുപോലെ തന്നെ സംഗീതമായാലും കലാഭവൻ ഷാജോനും മഹിമ നമ്പ്യാരും ഒക്കെ അത് ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ അർജുൻ അശോകൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷമുള്ള അർജുൻ അശോകൻ്റെ ക്യാരക്ടർ അത് ഗംഭീരമായിട്ടാണ് അർജുൻ അശോകൻ ഇതിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രം നമുക്ക് തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാം. അത് ഫാമിലിയോടൊത്ത് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതിനുള്ള വക ഈ ചിത്രത്തിലുണ്ട്. തീർച്ചയായും നിങ്ങൾ ഫാമിലി ഒട്ടാകെ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് ബ്രോമിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, നല്ലൊരു കോമഡി ചിത്രമാണ്. തീർച്ചയായും കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ഓഡിയൻസിന് തീർച്ചയായും പോയി കാണാൻ പറ്റുന്ന ചിത്രമാണ് ബ്രോമിൻസ് എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യൂ, മാക്സിമം കമൻറ്റ് ചെയ്യൂ. താങ്ക്